السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മളിവിടെ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മുമ്പ് നിർവഹിച്ച ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. അതിൽ ഏതാനും നാമങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ അസ്സമീഅ് എന്ന നാമമാണ് മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 45 തവണ ആവർത്തിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമമാണ് അസ്സമീഅ് എന്നുള്ള നാമം. അത് അറബി ഭാഷയിൽ അഗാധാർത്ഥ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം കേൾക്കുന്നവൻ. സാമിഅ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ സീഗത്തുൽ മുബാലഗ അഗാധാർത്ഥ പ്രയോഗമാണ് അസ്സമീഅ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമീഅാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്. അടുത്തത് അകന്നത്, നേർത്തത് കടുത്തത്, ചെറുത് വലുത് തുടങ്ങി അന്തരങ്ങളൊന്നുമില്ലാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കേൾവിക്ക് മുമ്പിൽ ആവശ്യക്കാരുടെ, കേൾപ്പിക്കുന്നവരുടെ ആധിക്യം പ്രശ്നമല്ല, അവരുടെ ഭാഷകളുടെ വൈവിധ്യം പ്രശ്നമല്ല. അവർ എല്ലാവരും ചോദിക്കുകയും തേടുകയും ചെയ്യുമ്പോൾ ശബ്ദങ്ങൾ കൂടിക്കലരുന്നതും കോലാഹലമുണ്ടാകുന്നതുമൊന്നും വിഷയമല്ല. എല്ലാവരുടെയും ആവശ്യങ്ങൾ, അത് ഏതേത് ആവശ്യങ്ങളാണെങ്കിലും ഏതേത് ഭാഷകളിലാണെങ്കിലും എല്ലാം കേൾക്കുകയും അവയ്ക്കെല്ലാം ഉത്തരമേകുകയും ചെയ്യുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഫലികുല്ലി സൗത്തിൻ മിൻഹു സമഉൻ ഹാദിറു ഫസ്സിറു വൽ ഇഅ്ലാനു മുസ്തവയാനി. എല്ലാ ശബ്ദങ്ങൾക്കും അള്ളാഹുവിൻ്റെ കേൾവിണ്ട്. രഹസ്യവും പരസ്യവും തുല്യമാണ് എന്നാണ് പറയുന്നത്. ഒരിക്കൽ മക്കയിൽ 2 ഖുറൈശികളും ഒരു ബനു സഖീഫ് ഗോത്രക്കാരനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു.
എന്താണ് അവരുടെ സംഭാഷണം? ഒരാൾ ചോദിക്കുകയാണ് മറ്റൊരാളോട്, അതറൗൻ അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത് അള്ളാഹു കേൾക്കുമെന്ന്? അപ്പൊ അവരൻ പറയാണ്, ഇൻ ജഹർന യസ്മഉ ഇൻ ജഹർന, നമ്മൾ ഉറക്കനെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കും. വല യസ്മഉ ഇൻ അഖ്ഫൈന, നമ്മൾ പതുക്കെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കൂല. മുശ്രിക്കുകൾക്കിടയിൽ നടന്നൊരു സംഭാഷണ, രണ്ട് ഖുറൈശികളും ഒരു സഖീഫ് ഗോത്രക്കാരനും, അല്ലെങ്കിൽ രണ്ട് സഖീഫ് ഗോത്രക്കാരനും ഒരു ഖുറൈശിയും, ഇവർക്കിടയിൽ നടന്ന ഒരു സംഭാഷണ. അപ്പം നമ്മൾ പറയണതൊക്കെ അള്ളാഹു കേൾക്കുമോ? ഒരാളെ ചോദ്യം. അപ്പം മറ്റൊരാളുടെ പ്രതികരണം, നമ്മൾ ഉറക്കനെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കും, പതിയെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കുകയില്ല. അപ്പോൾ മൂന്നാമൻ പറഞ്ഞു, ഇൻകാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന, നമ്മൾ ഉറക്കനെ പറഞ്ഞത് അള്ളാഹു കേൾക്കുമെങ്കിൽ നമ്മൾ പതുക്കെ പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. നമ്മളുടെ പരസ്യം അത് അള്ളാഹു കേൾക്കുമെങ്കിൽ നമ്മുടെ രഹസ്യവും അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും. ഈ സംഭാഷണം ഇവർക്കിടയിൽ അരങ്ങേറിയപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സ്വാറുകും വലാ ജുലൂദുകും എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അവതീർണത. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ബഹുദൈവ വിശ്വാസികളെ അവിശ്വാസികളെ വിചാരണക്കെടുക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ തൊലികളും നിങ്ങൾക്കെതിരിൽ സാക്ഷി പറയും എന്ന് വിചാരിച്ച് നിങ്ങൾ അവയിൽ നിന്ന് മറഞ്ഞും ഒളിഞ്ഞും നിൽക്കാറുണ്ടായിരുന്നില്ല, എല്ലാതും ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞ് വിചാരണക്കെടുക്കുന്നുണ്ട് ഈ ബഹുദൈവ വിശ്വാസികൾ. അതുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഫുസ്സിലത്തിൽ യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ എന്ന് പറഞ്ഞിട്ട് ആയത്തിൽ തുടർത്തി പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അവിശ്വാസികളുടെ ധാരണ, അതാണ് ഈ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ കേൾവിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അള്ളാഹു കേൾക്കുമോ? അപ്പോൾ ഉറക്കനെ പറഞ്ഞാൽ കേൾക്കും, പതുക്കെ പറഞ്ഞാൽ കേൾക്കൂല. അപ്പോൾ ഒരുത്തൻ പതുക്കെ ഉറക്കനെ പറഞ്ഞാൽ കേൾക്കുന്നവനാണ് എങ്കിൽ പതുക്കെ പറഞ്ഞാലും കേൾക്കുന്നവൻ ആണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ മൂഢമായ തെറ്റായ വിശ്വാസത്തെ വിശുദ്ധ ഖുർആനിൽ തിരുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവിയെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്ന്, നമ്മളുടെ സംസാരം എത്ര അടക്കത്തിലായാലും ഒതുക്കത്തിലായാലും ഗോപ്യമായാലും ഗൂഢമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കേട്ടറിയുന്നവനാണ്. അതാണ് അള്ളാഹുവിൻ്റെ കേൾവിൻ്റെ പ്രത്യേകത. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സ്ത്രീ വന്നു, ഖൗല ബിൻത് സഅലബ. അവർ വന്നത് ഭർത്താവിൻ്റെ വിഷയത്തിൽ ആവലാതിപ്പെടാനാണ്. ഖൗല ബിൻത് സഅലബയെ ഭർത്താവ് ബിഹാർ നടത്തി എന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്വന്തം മാതാവിനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് തനിക്ക് ഭാര്യ ഹറാമാണെന്ന് പറയലാണ് ബിഹാർ. ഖൗലക്ക് കുറേ കുട്ടികളുണ്ട്, പറക്കമുറ്റാത്ത മക്കൾ. ഖൗലക്ക് വയസ്സായി. ഈ പ്രായത്തിൽ ഭർത്താവ് ദിഹാർ നടത്തി. അന്ന് ദിഹാറിൻ്റെ ഹുക്കുമ ത്വലാഖിൻ്റെ ഹുക്കുമ. അപ്പോൾ ഖൗല വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, പ്രവാചകരെ, എൻ്റെ യൗവനം മുഴുവൻ എൻ്റെ ഭർത്താവായ ഔസ് ബിൻ സ്വാമിത്ത് കാർന്നെടുത്തു. ഞാൻ വാർദ്ധക്യത്തിൻ്റെ ഈ നാളിൽ ഇന്ന തലാഖ് ഇന്ന ദിഹാർ നടത്തി. കുറേ കുട്ടികളാണ് ഞങ്ങൾക്ക്, പറക്കം മുറ്റാത്ത കുട്ടികൾ. ഈ കുട്ടികളെ ഞാൻ ഔസിന് ഏൽപ്പിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകുകയാണ് എങ്കിൽ
കുട്ടികൾ അവരെ വളർത്താനും സംരക്ഷിക്കാനും ആളില്ല. ഞാൻ ഈ കുട്ടികളെ ഏറ്റെടുത്തിട്ട് പോവുകയാണെങ്കിലോ ഇവർക്ക് തിന്നാൻ കൊടുക്കാനുള്ള വകുപ്പും എനിക്കില്ല, അവർ പട്ടിണി പാവങ്ങളാവും. അങ്ങനെ എന്താണ് ഹുക്കുമ്? ഞാൻ മൊഴി ചൊല്ലപ്പെട്ടവളാണോ? ഹൗല സംസാരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല ഇത് പറയാണ്. എങ്ങനെ സംസാരിക്കുന്നത്? ലോകം കേൾക്കുകയല്ല, പിന്നെയോ പതുക്കിയാണ് സംസാരിക്കുന്നത്. ആയിഷമ്മ പറയാണ്, ഹുജറയിൽ അറയിൽ നിന്ന് ഒരു മൂലയിലെ സംസാരം, ആ സംസാരം എനിക്ക് കേൾക്കാൻ പ്രയാസമുണ്ട്, അങ്ങനെ പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിക്കണത്. ഈ സ്ത്രീയോട് റസൂലുള്ള പ്രതികരിക്കുകയാണ്, നീ ഔസിനോട് വേർപെട്ടതായിട്ടാണ് എനിക്ക് അറിയുക, അള്ളാൻ്റെ വിധി വരട്ടെ, പോകാൻ പറയാണ്. അപ്പോൾ വീണ്ടും ഈ സ്ത്രീ റസൂലുള്ളാഹിനോട് തർക്കിക്കുകയാണ്. അങ്ങനെ ഈ പതിഞ്ഞ സംസാരം ആയിഷമ്മ റളിയല്ലാഹു തആല അൻഹാക്ക് പോലും, അവർ റൂമിൻ്റെ ഒരു മൂലയിലുണ്ട്, അവർക്ക് പോലും കേൾക്കാൻ കഴിയാതെയുള്ള പതിഞ്ഞ സംസാരമാണ് അവിടെ നടന്നത്. ഈ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കുപരിയിൽ അവരുടെ അർശിന് മീതെ വെച്ച് കേൾക്കുക. ആ സംസാരം നടന്നു തീർന്ന ഉടനെ സൂറത്തുൽ മുജാദിലയുടെ തുടക്കവചനങ്ങൾ അവതീർണമായി. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ, തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന പെണ്ണിൻ്റെ സംസാരം ഖദ് സമി അല്ലാഹ്, തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു. അത് അള്ളാഹു കേട്ടു എന്നാണ് പറഞ്ഞത്. ഖദ് സമി അല്ലാഹ്, അള്ളാഹു കേട്ടു. വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമ, വീണ്ടും അള്ളാഹു പറയണേ, അള്ളാഹു നിങ്ങളുടെ സംവാദം, നിങ്ങളുടെ സംസാരം അത് അള്ളാഹു കേൾക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ നോക്കൂ നിങ്ങളിവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ സൂറത്തുൽ മുജാദിലയുടെ ഈ വചനങ്ങൾ, അള്ളാഹു ഈ സംഭാഷണം കേട്ടിരിക്കുന്നു, നിങ്ങളോട് തർക്കിക്കുന്ന പെണ്ണിൻ്റെ സംസാരം കേട്ടിരിക്കുന്നു എന്നാണല്ലോ ആയത്തിൽ പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമഉൽ അസ്വാത്ത് ലഖദ് ജാഅത്തിൽ മുജാദിലതു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുകല്ലിമുഹു വഅന ഫീ നാഹിയത്തിൽ ബൈത്ത് മാ അസ്മഉ മാ തഖൂൽ. എന്താ ഉമ്മ പറയുന്നത്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ അടങ്കലും. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്? വസിഅ സമഉൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം അള്ളാഹുവിൻ്റെ കേൾവി വിശാലമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും. ജാഅത്തിൽ മുജാദില, തർക്കിക്കുന്ന പെണ്ണ് ഖൗല വന്നു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കലേക്ക്. തുകല്ലിമുഹു, ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു. വഅന ഫീ നാഹിയത്തിൽ ബൈത്ത്, ഞാൻ വീട്ടിൻ്റെ ഒരു മൂലയിലുണ്ട്. മാ അസ്മഉ മാ തഖൂൽ, ഖൗല എന്താണ് പറയുന്നത് എന്ന് ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങൾക്കുപരിയിൽ അത് കേട്ട് അതിനെ പ്രതികരിച്ച് ആയത്തിറക്കുകയാണ്. ഇതാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. അങ്ങനെ അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ പറയുന്നത്, അള്ളാഹുവിന് അസ്സമീഅ്, സൂക്ഷ്മമായി കേൾക്കുന്നവൻ എന്നർത്ഥമുള്ള സമീഅ് എന്ന പേരുണ്ട്. ആ സമീഅ് എന്ന പേര് അള്ളാഹുവിൻ്റെ കേൾവി എന്ന വിശേഷണത്തെയാണ് അറിയിക്കുന്നത്. ആ കേൾവി എന്നുള്ള വിശേഷണം അതിൻ്റെ സവിശേഷതയും അതിൻ്റെ പ്രത്യേകതയാണ്. നമ്മളുടെ അധരങ്ങൾ മന്ത്രിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനുമാണ്. അത്രമാത്രം വിശാലമാണ് അള്ളാഹുവിൻ്റെ കേൾവി, സൂക്ഷ്മമാണ് അള്ളാഹുവിൻ്റെ കേൾവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ ബദർ യുദ്ധത്തെ തുടർന്ന് 2 പേർ പരിപാടിയിട്ട്, ഒന്ന് ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹി, മറ്റൊന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ. ഇവരുടെ 2 പേരുടെയും ബന്ധുക്കൾ ബദറിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര പകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഇവർക്ക് രണ്ടാൾക്കും റസൂലുള്ളാഹിനെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ പൂതിയുണ്ട്. അങ്ങനെ ഉമൈർ ഇബ്നു വഹബും സഫ്വാൻ ഇബ്നു ഉമയ്യയും മക്കയിൽ കഅബത്തിന്റെ പരിസരത്ത് ഇരിക്കുകയാണ്, ഹിജറിലിരിക്കുകയാണ്. രാത്രി ഇരുട്ടിൽ ആരോരുമില്ലാത്ത സമയം. അങ്ങനെ അവർ അന്യോന്യം അടക്കം പറയാം രണ്ടാളും. എന്താ പറയണത്? ഉമൈർ ഇബ്നു വഹബ് പറയാണ്, എനിക്ക് കുറേ കടമുണ്ട്, കുട്ടികളുമുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ചെന്ന് മുഹമ്മദിൻ്റെ തല കൊയ്യുമായിരുന്നു. ഇത് സഫ്വാനോടാ പറയണത്, വേറെ ആരും കേൾക്കണില്ല. അപ്പോൾ സഫ്വാൻ
സഫ്വാൻ്റെ ആഗ്രഹം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ സഫ്വാൻ പറഞ്ഞു, എൻ്റെ കുട്ടികളെ ഞാൻ പോറ്റിക്കോളാം, എൻ്റെ കടം ഞാൻ വീട്ടിക്കോളാം, അത് രണ്ടുമാണ് തടസ്സമെങ്കിൽ അത് രണ്ടും ഞാൻ ഏറ്റെടുത്ത്, നീ പോയി മുഹമ്മദിനെ കൊന്നു വന്നാൽ മതി. ഇത്തിഫാഖായി. ഇത് രാത്രിയിൽ ആരോരും കേൾക്കാതെ. അങ്ങനെ വഹബ് ബിൻ ഉമൈർ ഒരു കടാര റെഡിയാക്കി അതിൽ വിഷം വെച്ച് മദീനയിലേക്ക് യാത്രയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഈ ഉമൈർ ബിൻ വഹബ്. അതുകൊണ്ട് തന്നെ ഉമൈർ ഇങ്ങനെ വരിക. അപ്പോൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടത്ത് പള്ളിയിലാണ്, മസ്ജിദ് നബവിയിലാണ്. ഉമൈർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉമർ ഓടി വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ദുഷ്ടൻ ഉമൈർ വരുന്നു റസൂലേ. അപ്പോൾ റസൂൽ പറഞ്ഞു, ഉമൈർ വരട്ടെ. ഉമൈർ വരുന്നത് റസൂലുള്ളാഹിനെ ചതിയിൽ കൊല്ലാനാണ്. കടാരിയും കത്തിയൊക്കെ റെഡിയാണല്ലോ, കിട്ടിയാൽ കൊന്നാൽ മതി. അങ്ങനെ ഉമൈർ വന്ന് പള്ളിൻ്റെ വാതിലിൽ നിന്നിട്ട് പറഞ്ഞു, ഉമ്മു സബാഹൻ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, ഉമൈർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നല്ല തഹിയ്യത്ത് കൊണ്ട് ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, അതാണ് ഇസ്ലാമിലെ തഹിയ്യത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഉമൈറിനോട് വരാൻ പറയാണ്. അപ്പോൾ സഹാബികളൊക്കെ റസൂലുള്ളാഹിനോട് അടുത്ത് കൂടുന്നുണ്ട്, കാരണം ഇവൻ ദുഷ്ടനാണ്. അങ്ങനെ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഉമൈർ എന്തിനാ വന്നത്? അപ്പോൾ ഉമൈർ പറയാണ്, ബദറിലെ യുദ്ധബന്ദികളുണ്ടല്ലോ ഞങ്ങളെ കൂട്ടക്കാർ ഇവിടെ, ഓലെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, വാളെന്തിനാ? കടാരുണ്ടല്ലോ കയ്യിൽ, കടാര വാളെന്തിനാണ് കയ്യിൽ? ആയുധം എന്തിനാ? പറയാണ് ഉമൈർ പറയാണ്, ആയുധങ്ങൾക്ക് നാശം. ഈ ആയുധങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ബദറിൽ പരാജയപ്പെടും റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഉമൈർ, നിങ്ങൾ വന്നത് ബദറിലെ യുദ്ധബന്ദികളുടെ കാര്യം സംസാരിക്കാനല്ല, വാളിനെ നിങ്ങൾ വെറുതെ കൊണ്ടൊന്നുമല്ല, പഴിച്ച് ശപിച്ച് വെറുതെ കൊണ്ടൊന്നുമല്ല. പിന്നെയോ, നീയും സഫ്വാൻ ബിൻ ഉമയ്യയും ഹിജറിലിരുന്ന് ഇന്നിന്ന കാര്യങ്ങൾ സംസാരിച്ചില്ലേ ഇന്ന സമയം? ഇത് കേട്ടപ്പോൾ ഉമൈർ സ്തബ്ധചിത്തനായി. ആരോരും കേൾക്കാതെ നടന്ന ഒരു രഹസ്യ ഭാഷണം. ഇതാരാണ് മുഹമ്മദിനെ അറിയിച്ചത് എന്നതാണ് ഉമൈറിൻ്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനങ്ങളിലേക്ക് വിരൽ ചൂണ്ട്. ആരാ ഈ സംഭാഷണം കേട്ടത്? അത് അസ്സമീ ആയ, എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്ന മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിലൂടെ അറിയിച്ചതാണ്. അതോടുകൂടി ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. ആ വാർത്ത പരന്ന് ഉമൈർ മദീനയിലെത്തി. മുഹമ്മദിനെ കൊല്ലല്ല ഉണ്ടായത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രത്യുത മുഹമ്മദിൻ്റെ ആദർശം കൊല്ലുകയാണ് ഉണ്ടായത് എന്ന വാർത്ത പരന്ന്. അതോടുകൂടി സഫ്വാൻ ബിൻ ഉമയ്യ ഉമൈറിൻ്റെ മക്കളെ ഒഴിവാക്കി, കടം വീട്ടിയില്ല. പക്ഷേ പിന്നീട് സഫ്വാൻ ബിൻ ഉമയ്യയും ഇസ്ലാം സ്വീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമീഅാണ്, എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്. അവൻ്റെ കേൾവിയുടെ പ്രത്യേകത അറിയാനാണ് ഈ ചരിത്രം നമ്മളിവിടെ പരിശോധിക്കുന്നത്. എത്ര അടക്കത്തിൽ, ഒതുക്കത്തിൽ, നിശയുടെ നിഗൂഢതയിൽ, ആരോരുമില്ലാത്തയിടത്ത്, വിജനതയിൽ, എവിടെ വെച്ച് നമ്മൾ എത്ര ചെറുത് പറഞ്ഞാലും എത്ര പതിയെ പറഞ്ഞാലും എല്ലാം സൂക്ഷ്മമായി കേട്ടറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ആ അള്ളാഹുവിനോടുള്ള തേട്ടം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചില ഉപദേശങ്ങൾ പറഞ്ഞത്. എന്താ തിരുനബി പറഞ്ഞത്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയാണ്, കുന്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറിൻ, ഞങ്ങൾ തിരുദൂതരോടൊപ്പം ഒരു യാത്രയിലാണ്. ഫകുന്ന ഇദാ അലൗന കബ്ബർന, യാത്രയിൽ ഞങ്ങൾ കുന്നു കയറുമ്പോൾ ഞങ്ങൾ തക്ബീർ ചൊല്ലും, ഉറക്കനെ തക്ബീർ ചൊല്ലും. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇർബഉ അലാ അൻഫുസികും ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ തദ്ഊന സമീഅൻ ബസീറൻ ഖരീബ. ഇങ്ങനെ ആർത്ത് വിളിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ബധിരനോടല്ല പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ വിദൂരസ്ഥനോടല്ല പ്രാർത്ഥിക്കുന്നത്, സമീപസ്ഥനായ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട്
നിങ്ങൾ ഇങ്ങനെ ആർത്ത് വിളിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രയിൽ അബൂ മൂസ അശ്അരിയുടെ അടുക്കലേക്ക് വന്ന്, അപ്പോൾ അബൂ മൂസ അശ്അരി പറയാണ്, ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്നിട്ട് അബൂ മൂസ അശ്അരിയോട് പറയാണ്, യാ അബ്ദുല്ലാ ഇബ്നു ഖൈസ്. അബൂ മൂസ അശ്അരിയുടെ പേര് അബ്ദുല്ലാ ഇബ്നു ഖൈസ് ആണ്, വിളിപ്പേരാണ് അബൂ മൂസ എന്നുള്ളത്. ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്നah. അബൂ മൂസ, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞോളി, അത് സ്വർഗത്തിലെ ഒരു നിധിയാണ്, സ്വർഗത്തിൽ ഒരു നിധിയാണ്, അത് നിങ്ങൾ ചൊല്ലിക്കോളിയും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കേൾവി അറിയിക്കുകയാണ്. നിങ്ങൾ ഉറക്കനെ പറയണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. അള്ളാഹു ബധിരനല്ല, പിന്നെ അള്ളാഹു കേൾവി എന്ന വിശേഷണമുള്ളവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. അബൂ മൂസ അശ്അരി തൻ്റെ മനസ്സിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലിയപ്പോൾ അതിൻ്റെ ഫലവും ഫായിദയും റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, അത് സ്വർഗത്തിലെ ഒരു നിധിയാണ് എന്നുള്ളത്. അബൂ മൂസ മനസ്സിൽ ചൊല്ലിയത് എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞത്? റസൂലുള്ളാഹി ഖൽബ് വായിക്കൂല, മനസ്സിലുള്ളത് അറിയില്ല. അതാരാ കേട്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അബൂ മൂസ അശ്അരി പറഞ്ഞത്, അത് കേട്ടത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഫായിദ, അതിൻ്റെ ഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിലൂടെ അറിയിച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസ അശ്അരിക്ക് പകർന്നു നൽകിയത്, നമ്മളൊക്കെ അറിയിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സമീഅാണ്. അസ്സമീഅായ അള്ളാഹുവിൻ്റെ കേൾവി, അതിൻ്റെ പ്രത്യേകത, സവിശേഷത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സവാഉ മിൻകും മൻ അസറൽ ഖൗൽ വമൻ ജഹർ ബിഹി. നിങ്ങൾ രഹസ്യമാക്കിയാലും നിങ്ങൾ പരസ്യമായി സംസാരിച്ചാലും, വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈൽ, രാത്രി ഒളിഞ്ഞിരിക്കുന്നവനാണെങ്കിലും, വസാരിബുൻ ബിന്നഹാർ, പകലിൽ ഇറങ്ങി നടക്കുന്നവനാണെങ്കിലും തുല്യ. എന്താ തുല്യം? അള്ളാൻ്റെ അടുക്കൽ തുല്യമാണ്. നിങ്ങൾ പതുക്കെ പറഞ്ഞാലും ഉറക്കനെ പറഞ്ഞാലും അള്ളാൻ്റെ അടുക്കൽ തുല്യമാണ്. രാവിൽ ഒളിഞ്ഞിരുന്നാലും പകലിൽ ഇറങ്ങി നടന്നാലും അള്ളാൻ്റെ അടുക്കൽ തുല്യമാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനായ അള്ളാഹു ആകുന്നു എന്നാണ് നമുക്ക് ഇവിടെ അള്ളാഹുവിൻ്റെ കേൾവിയുടെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കാനുള്ളത്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് പറയാണ്, ഖുദ്സിയായ ഹദീസ്. എന്താ? യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും. എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ആദ്യാന്തമുള്ളവർ ഇൻസും ജിന്നും ഒന്നടങ്കം, ഖാമു ഫി സഈദിൻ വാഹിദ്, എല്ലാവരും ഒരു പ്രതലത്തിൽ നിന്നു. ഫസഅലൂനി, അല്ലാഹ് പറയാം, എന്നിട്ട് എല്ലാവരും ചോദിച്ചു എന്നോട്, എങ്കിൽ ഫഅഅതൈതു കുല്ല ഇൻസാനി മസ്അലതഹു, ഓരോരുത്തരും ചോദിച്ചത് ഞാൻ അവന് നൽകുകയാണ് എങ്കിൽ, മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. എല്ലാവരും ചോദിച്ചത് എത്രയാണ് അത് മുഴുവൻ കൊടുത്തു. എങ്കിലും ഒരു സൂചി കടലിൽ മുക്കിയാൽ എത്ര വെള്ളം ആ സൂചിമ നനയ, അത്രമാത്രമേ എൻ്റെ അടുക്കൽ ഉള്ളത് കുറയുള്ളൂ എന്ന് പറയണേ. ഇവിടെ അള്ളാഹുവിൻ്റെ കേൾവിയുടെ പ്രത്യേകതയാണ് അറിയേണ്ടത്. അതെന്താ? ആദ്യാന്തമുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരു പ്രതലത്തിൽ നിന്നു. അവർക്ക് എത്ര ഭാഷയായിരിക്കും, എത്ര ശൈലിയായിരിക്കും? എല്ലാവരും മനുഷ്യകുലം ഒന്നടങ്കം, ജിന്ന് വർഗം ഒന്നടങ്കം നിന്ന് ചോദിച്ചാൽ ആ ശബ്ദം എത്ര കോലാഹലം ഉണ്ടായിരിക്കും? ഓരോരുത്തർക്കും എത്ര ചോദിക്കാനുണ്ടാവും? ദുനിയാവ് ചോദിക്കേണ്ടവരുണ്ടാവും, ആഖിറം ചോദിക്കുന്നവരുണ്ടാകും, ദുനിയാവിൽ തന്നെ പല ആവശ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടാകും, ആഖിറത്തിൽ പല കാര്യങ്ങളും നേടാൻ ചോദിക്കുന്നവരുണ്ടാകും. ഓരോരുത്തർക്കും എത്ര ആവശ്യങ്ങളുണ്ടാകും? ഇത് ആദ്യാന്തമുള്ള മനുഷ്യർ ഒന്നടങ്കം ചോദിക്കുകയാണ്, അതും അവരുടെ ഭാഷയിൽ. ഓരോരുത്തർക്ക് എത്ര ഭാഷ? കേരളത്തിൽ എത്ര ഭാഷ, എത്ര ശൈലിയ? ഇന്ത്യയിൽ എത്ര ഭാഷ? ഓരോരുത്തർക്കും എത്ര ശൈലിയ ഓരോ നാട്ടിലും. ഇവരെല്ലാവരും നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു പറയാണ്, അവരുടെയൊക്കെ ചോദ്യം ഞാൻ നൽകിയാൽ എന്ന്. അപ്പം ഇതൊക്കെ കേട്ട്, വേർതിരിച്ച് കേട്ട്, ഓരോരുത്തരുടെയും ഭാഷ കേട്ട് മനസ്സിലാക്കി
അത് ഉൾക്കൊള്ളുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളൊരു 4 ആളെന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആളെന്ന് അങ്ങോട്ടോട്ട് വർത്താനം പറഞ്ഞാൽ മതി. നമ്മൾ രണ്ടാളോട് സംസാരിക്കുക. അപ്പോൾ 2 ആൾ മുന്നിൽ നിന്നിട്ട് കലാപില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മിണ്ടാന്നാ ഇവൻ്റെ വർത്താനം തിരിയണില്ല അറിയും. നമ്മളെ നാടൻ ഭാഷയിൽ നമ്മൾ തിരിയണ എടുത്തുന്നാണ് പറയുന്നത്. 2 ആൾ പറഞ്ഞാൽ മതി. ഒരാളെന്നെ ഒന്ന് സ്പീഡ് പറഞ്ഞാൽ മതി. എൻ്റെ ഈ പപ്പന്ന് മെല്ലെന്ന് പറഞ്ഞാൽ തിരിയണില്ല അറിയും. പക്ഷേ നോക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സവിശേഷതയുമാണ് ഈ തിരുമൊഴികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ കേൾവിക്ക് ചില തേട്ടങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നു. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ കേൾവി എന്നതിന് ഒരു സ്വരവും ഒരു തേട്ടമല്ല. പിന്നെ അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് ഈ കേൾവി എന്ന സിഫത്ത് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായി അനിവാര്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒന്നെന്താ, അള്ളാഹുവിൻ്റെ കേൾവിയുടെ തേട്ടം ഭീഷണിപ്പെടുത്തലും മുന്നറിയിപ്പ് നൽകലുമാണ്. ഉദാഹരണത്തിന് ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ. ലഖദ് സമിഅ അല്ലാഹ്, തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹു ഫഖീറാണ് ദരിദ്രനാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക്. വനഹ്നു അഗ്നിയ, ഞങ്ങൾ ധനികരാണ്. അപ്പോൾ ഞങ്ങൾ ധനികരാണ്, അള്ളാഹു ഫഖീറാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കേട്ട് മനസ്സിലാക്കി എന്നുള്ളതാ. പിന്നെയോ അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞാൽ അത് അപായ സൂചനയാണ്, അപകട മുന്നറിയിപ്പാണ്. അള്ളാഹു കേട്ടിരിക്കുന്നു, ആ കേട്ടതിൻ്റെ ദുരന്തം ഇവരനുഭവിക്കേണ്ടി വരും. എന്താ അവർ പറഞ്ഞത്? അള്ളാഹു ഫഖീറാണ്, ഞങ്ങൾ ധനികരാണെന്ന്. ആരാ ഇത് പറയാ? ആരാ ഇത് പറയാ? മനുഷ്യകുലത്തിൽ ആരാ ഇത് പറയാ? ആരാ പറയാ? ജൂതന്മാരാ പറയാ. ജൂതരെ പറയൂ, ജൂതരാണ് ഇത് പറഞ്ഞത്. അപ്പം അവരുടെ വാക്ക് അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞത് അത് അവർക്കുള്ള മുന്നറിയിപ്പും അപായ സൂചനയുമാണ്. അപ്പം അള്ളാഹുവിൻ്റെ കേൾവിക്ക് അങ്ങനെ ഒരു തേട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും. അം യഹ്സബൂൻ, ആളുകൾ വിചാരിക്കുകയാണോ, അന്നാ ലാ നസ്മഉ സിർറഹും, അവരുടെ രഹസ്യം നാം കേൾക്കുന്നില്ല എന്ന്, വനജ്വാഹും, അവരുടെ ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്ന്. ആളുകൾ ഗൂഢവർത്തമാനം പറയുന്നു, രഹസ്യം പറയുന്നു, ഇത് നമ്മൾ കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്തിനാ ചോദിക്കണത്? അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നറിയാൻ നമ്മൾ അറിയാൻ മാത്രമല്ല, പിന്നെയോ ഗൂഢവർത്തമാനം പറയുന്നവരും രഹസ്യം പറയുന്നവരും സൂക്ഷിച്ചോളിയും. എന്തിനാ ഗൂഢവർത്തമാനം പറയേണ്ടി വരുന്നത്? പലപ്പോഴും എന്തിനാ രഹസ്യത്തിൽ പറയേണ്ടി വരുന്നത്? കുറ്റകരമായ വർത്തമാനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഗൂഢമായ വർത്തമാനങ്ങൾ പറയേണ്ടി വരുന്നത്, തെറ്റായ വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇത് കേൾക്കുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ അപായ സൂചനയുണ്ട്, അപകട മുന്നറിയിപ്പുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ കേൾവിയുടെ ഒരു തേട്ടമാണത്. മറ്റൊരു തേട്ടം, അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല. അള്ളാഹു സഹായിക്കുന്നവനായി, ആശ്വസിപ്പിക്കുന്നവനായി, സ്ഥൈര്യം പകരുന്നവനായിട്ട് നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അള്ളാഹു കേൾക്കുന്നു എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഒരിടത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസയോടും ഹാറൂനോടും പറഞ്ഞു ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ. ഫിർഔന്റെ അടുക്കലേക്ക് പോയിട്ട് എന്താ ഫിർഔനോട് പറയേണ്ടത്? ഫിർഔനോട് പറയേണ്ടത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. ഫിർഔൻ ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് വാദിക്കണ കാലഘട്ടമാണ്, അഹങ്കാരിയായ ഫിർഔൻ. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹറൂനെയും അള്ളാഹു നിയോഗിക്കുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗ, ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ പറയാണ്. അതേപോലെ തന്നെ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, മൃദുലമായ വാക്ക് സംസാരിക്കാൻ പറയാണ്. പോയിട്ട് ഒരു വേള ഉത്ഭുതനാവുകയും ഭയക്കുകയും ചെയ്തേക്കും എന്ന് പറയാണ് ആര്? ഫിർഔൻ. അങ്ങനെ മൂസയും ഹാറൂനും ഫിർഔന്റെ അടുക്കലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും
പറയുന്നുണ്ട്, ഖാല റബ്ബന ഇന്നന നഖാഫു അൻ യഫ്റുത അലൈന ഔ യത്ഗ. അല്ലാഹുവേ, ഞങ്ങൾ രണ്ടാളും ഫിറഔൻ്റെ അടുക്കലേക്ക് പോയിട്ട് അവനെ ഉപദേശിച്ചാൽ അവൻ ഞങ്ങളോട് അതിക്രമം പ്രവർത്തിക്കുമോ, കയ്യേറ്റം നടത്തുമോ, ഞങ്ങൾക്ക് പേടിയുണ്ട്. ഫിറഔൻ എന്താ, വാളുകൊണ്ട് സംസാരിക്കണ ദുഷ്ടനാ. അഹങ്കാരത്തിൻ്റെ ഗഗനസീമയിലാണ് ഫിറഔൻ നടക്കുന്നത്. മനുഷ്യരക്തം, അതിലൊരു അലർജി ഇല്ലാത്ത മനുഷ്യനാ ഫിറഔൻ. ആ ഫിറഔനോട് ചെന്നിട്ടാ പറയേണ്ടത്, നീ ദൈവമല്ല, ഇസ്രായേലിയരെ വിട്ടുതരണം, അള്ളാഹുവാണ് ദൈവം, അള്ളാഹുവാണ് ഇലാഹി എന്ന് പറയേണ്ടത്. എങ്ങനെ ഉണ്ടാവും ഫിറഔനോട് ചെന്ന് പറഞ്ഞാൽ? അപ്പോൾ സ്വാഭാവികമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും പറയാണ്, ഞങ്ങളിത് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ നേരെ അതിക്രമിക്കുമോ, കയ്യേറ്റം നടത്തുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. ഈ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ മൂസയോടും ഹാറൂനോടും പറഞ്ഞത്? ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറ. ഖാല, അള്ളാഹു പറയാണ്, ലാ തഖാഫ, മൂസ ഹാറൂൻ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങൾ രണ്ടുപേരോടൊപ്പവുമുണ്ട്. അസ്മഉ, ഞാൻ കേൾക്കുന്നു, വ അറ, ഞാൻ കാണുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശക്തി പകരാൻ, നിങ്ങൾക്ക് സംരക്ഷണമേകാൻ, നിങ്ങൾക്ക് സ്ഥൈര്യം പകരാൻ കേൾത്തുകൊണ്ട് കണ്ടുകൊണ്ട് ഞാനുണ്ട്, പൊയ്ക്കോളിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്നു എന്നതിന് ഒരു തേട്ടം അള്ളാഹുവിൻ്റെ കേൾവി അത് സഹായിച്ചുകൊണ്ട് സ്ഥൈര്യം പകർന്നുകൊണ്ടുള്ള കേൾവിയാണ്. മൂന്നാമതൊരു തേട്ടം അള്ളാഹുവിൻ്റെ കേൾവിയെ സംബന്ധിച്ചിടത്തോളം കേട്ടുത്തരം ചെയ്യുക എന്നുള്ളതാണ്. കേട്ട് ഉത്തരം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നിസ്കാരത്തിൽ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ സമീഅ അല്ലാഹു ലിമൻ ഹമീദ, എന്താ ഇതിൻ്റെ അർത്ഥം? തന്നെ സ്തുതിച്ചവനെ അള്ളാഹു കേട്ടിരിക്കുന്നു, അവൻ്റെ ദുആക്ക് അള്ളാഹു ഉത്തരമേകുന്നു എന്നുള്ളതാണ്. അപ്പം അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം കേൾവിയാ അല്ല, പിന്നെയോ അള്ളാഹുവിനെ സ്തുതിച്ചവനെ അള്ളാഹു കേൾക്കുന്നു, അവൻ്റെ തേട്ടത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരമേകുന്നു എന്നാണ്. പ്രസിദ്ധമായൊരു ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലി ലാ യുസ്മഅ, അള്ളാഹുവേ, കേട്ട് ഉത്തരം നൽകപ്പെടാത്ത ദുആ, അതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നാണ്. അള്ളാഹു ഉത്തരം നൽകാത്ത ദുആ നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, അതിന് അള്ളാഹു ഉത്തരം നൽകണില്ല എങ്കിൽ അപ്പം അതിനെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടുകയാണ്. കേട്ട് ഉത്തരം ചെയ്യപ്പെടാത്ത ദുആ, അതിന് പറഞ്ഞത് ഖൗലിൻ ലാ യുസ്മഅ എന്നാണ്. കേൾക്കപ്പെടാത്തതെന്നേ അർത്ഥമുള്ളൂ. പക്ഷേ കേൾക്കപ്പെടാത്ത എന്ന് മാത്രമല്ല, പിന്നെയോ അതിൻ്റെ തേട്ടം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യപ്പെടാത്ത ദുആ, അതിനെ തൊട്ട് അള്ളാഹുവിനോട് അഭയം തേടുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹു കേൾക്കുന്നവനാണ്, കേട്ട് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നവനാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു. എന്താ ദുആ? അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിക്കാലില്ല, കണ്ടില്ല, കുട്ടിയില്ല. അപ്പോൾ പടച്ചോനെ, നിൻ്റെ പക്കൽ നിന്ന് എനിക്കൊരു നല്ല സന്താനത്തെ ദാനമായി നൽകണമേ. ഇന്നക സമീഉ ദുആ, നീ ദുആ സമീഉ ദുആയാണല്ലോ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? നീ ദുആ കേൾക്കുന്നവനാണല്ലോ എന്നാണ്. പക്ഷേ കേൾക്കുക എന്ന് മാത്രമല്ല, പിന്നെ അതിൻ്റെ തേട്ടം എന്താ? കേട്ട് ഉത്തരം നൽകുന്നവനാണല്ലോ എന്നാണ്. അപ്പം അള്ളാഹു കേൾക്കും, എന്നിട്ട് ഉത്തരം നൽകുകയും ചെയ്യും. അതാണ് സമീഉ ദുആ എന്നതിൻ്റെ തേട്ടം. ഇന്നക സമീഉ ദുആ, നീ സമീഉ ദുആ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്താനത്തെ നൽകണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ദുആ ഉണ്ടായത്. അള്ളാഹു ഈ ദുആ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് കേട്ടു, അള്ളാഹു അതിന് ഉത്തരം നൽകുകയും ചെയ്തു. എന്താ ഉത്തരം? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യാ സക്കരിയ, സക്കരിയ, ഇന്നാ നുബശ്ശിറുക, നാം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബിഗുലാമിൻ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത. ഇസ്മുഹു യഹ്യ, കുഞ്ഞ് മാത്രമല്ല, പിന്നെ കുഞ്ഞിനുള്ള പേരും അള്ളാഹു നൽകുകയാണ്. ആ കുഞ്ഞിൻ്റെ പേര് യഹ്യ എന്നായിരിക്കും, യഹ്യ എന്നാണ്. അപ്പോൾ അള്ളാഹു സമീഅ, കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തേട്ടമാണ് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്തവൻ. അപ്പോൾ ഉത്തരം നൽകും വിധമുള്ള കേൾവി, അതാണ് അള്ളാഹുവിൻ്റെ കേൾവി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കേൾവിക്ക് ചില വിവക്ഷകൾ ഉള്ളതായിട്ട് പണ്ഡിതന്മാർ ഉണർത്തുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് മടങ്ങിയപ്പോൾ, എങ്ങനെ തായിഫിൽ നിന്ന് മടങ്ങുന്നത്? തായിഫിലേക്ക് ഹിജറ പോയതാ. തായിഫിലേക്ക് ഹിജറ പോയിട്ട് മടങ്ങുമ്പോൾ എന്താ തായിഫുകാർ കാണിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് തിരുനബിയുടെ അഭ്യർത്ഥന അവർ തിരസ്കരിച്ച്. അഭ്യർത്ഥന എന്താ? അള്ളാഹുവിൻ്റെ ദീൻ എത്തിക്കുവാൻ നിങ്ങൾ എനിക്കൊരു അഭയം നൽകണം എന്നാണ്. അതവർ തിരസ്കരിച്ച്, അഭയം കൊടുത്തില്ല. റസൂലുള്ളാഹിനെ പരിഹസിച്ച്, മുഹമ്മദെ നിന്നല്ലാത്ത ഒരാളെ പറഞ്ഞയക്കാൻ അള്ളാഹു കണ്ടില്ലേ? നിന്നെയാണ് നബിയായി പറഞ്ഞയച്ചിട്ടുള്ളത് എങ്കിൽ കഅബയുടെ കില്ല വലിച്ചു കീറിയിട്ട് അള്ളാഹിനോട് പ്രതിഷേധം അറിയിക്കും. ആളുകൾ തായിഫിൽ നിന്ന് പ്രതികരിക്കുക റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നിങ്ങളൊരു അഭയം നൽകണില്ല എങ്കിൽ നിങ്ങൾ മിണ്ടല്ലേ, ഞാൻ മറ്റൊരാളോട് ചോദിക്കട്ടെ. അതും അവർ മാനിച്ചില്ല. അവരെന്ത് ചെയ്തു? ഇത് വിളിച്ചു കൂവി. എന്ന് മാത്രമല്ല, ഈ വികൃതികളെ വലിച്ചുകൂട്ടി അവർ റസൂലുള്ളാഹിക്കെതിരിൽ ഇറക്കി വിട്ട് അങ്ങനെ കല്ലെറിഞ്ഞ് കൂകി വിളിച്ച് റസൂലുള്ളാഹിനെ തായിഫിൽ നിന്ന് തിരിച്ചോടിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ചെന്നിട്ട് കർണു സാലിബിൽ ഇരിക്കുക, ഒരു സ്ഥലത്ത് ഇരിക്കുക. ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ അവശനാണ്, നിണമൊലിക്കുന്ന കാലുകൾ, വേദനയിൽ വിറക്കുന്ന ശരീരം, തിരുനബിയുടെ അധരങ്ങൾ ഗദ്ഗതമാണ്, പക്ഷേ നോവിൻ്റെ വേദനയുടെ വർത്തമാനങ്ങളാണ്. ആ സമയത്ത് മലക്ക് ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങളോട് പറയാണ്, റസൂലേ, ഇതാ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഈ വന്നിരിക്കുന്നത്. ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക് വമറദ്ദു അലൈക്. അവിടെ പറയണത് എന്താ അറിയോ? ജിബ്രീൽ പറയാണ്, നിങ്ങളുടെ ജനത തായിഫുകാർ നിങ്ങളോട് പറഞ്ഞ വർത്തമാനം അള്ളാഹു കേട്ടിരിക്കുന്നു, അവർ നിങ്ങളോട് പ്രതികരിച്ചതും അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജനത നിങ്ങളോട് പറഞ്ഞ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? അഭയം നൽകൂല, നിന്നല്ലാത്ത ഒരാളെ പറഞ്ഞയക്കാൻ അള്ളാഹു കണ്ടില്ലേ, പടച്ചവനോടുള്ള പ്രതിഷേധം, കഅബയുടെ കില്ല വലിച്ചു കീറിയിട്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? കൂകി വിളിച്ചാട്ടി വിട്ടത്. അത് അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് മലക്ക് ജിബ്രീൽ പറയുന്നത്. അതുകൊണ്ട് ഇതാ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിരിക്കുന്നു. ആ മലക്ക് റസൂലുള്ളാഹിനോട് അടുത്ത് നിന്നിട്ട് പറയാണ്, എന്ത്? നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ അഖ്ശബൈൻ, അഖ്ശബൈൻ എന്ന് പറഞ്ഞാൽ മക്കയിലെ രണ്ട് പർവ്വത, ഒന്ന് ജബൽ അബി ഖുബൈസും മറ്റൊന്ന് ഖുവൈഖിയാനും. രണ്ട് പർവ്വതങ്ങളുടെയും പ്രത്യേകത അതിൻ്റെ വലിപ്പവും അതിൻ്റെ വിശാലതയാണ്. വലിയ രണ്ട് മലകളാണ്. ആ മലകൾ കൊണ്ടുവന്നിട്ട് തായിഫുകാരുടെ തലക്ക് മുകളിൽ എറിഞ്ഞ് അവരെ നശിപ്പിക്കാൻ തയ്യാറാണ്. മലക്കുൽ ജിബാൽ പറയാണ്, പ്രവാചകരെ നിങ്ങൾ സമ്മതിക്കണം, എന്നാ ചെയ്തോളാം. അപ്പം ഇവിടെ നമ്മുടെ വിഷയം എന്താ? തായിഫുകാർ നിങ്ങളോട് പറഞ്ഞത് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറയാണ്. ആ കേൾവിൻ്റെ പ്രത്യേകത എന്താ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കേൾവി. അത് അപായ സൂചനയുടെയും അപകട മുന്നറിയിപ്പിൻ്റെയും കേൾവിയാണ്. അള്ളാഹുവിൻ്റെ കേൾവിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും വിവക്ഷയുമുണ്ട് എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അസ്സമീഅാണ്. അസ്സമീഅായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കേൾവിക്കുള്ള പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ അറിയിപ്പുകൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. മനുഷ്യരായ നമ്മളും കേൾക്കുന്നവരാ. നമ്മളെ കേൾവിൻ്റെ പ്രത്യേകത നമ്മൾ കുറച്ച് മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയുമ്പോൾ, അതേപോലെ നമ്മളുടെ കേൾവി എന്ന് പറയുമ്പോൾ അതിൽ സാദൃശ്യപ്പെടുത്തലും ഉപമിക്കലും പാടുള്ളതല്ല. അള്ളാഹു എത്ര സമ്പൂർണനാണോ അത്ര സമ്പൂർണമാണ് അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. നമ്മൾ അപൂർണരാണ്. നമ്മളുടെ അപൂർണത അത് നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ വിശേഷണങ്ങളിലൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു, മനുഷ്യന്മാർ സമീഅാണ് ബസീറാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. പക്ഷെ മനുഷ്യന്മാർ സമീഅാണ് ബസീറാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി പോലെ, അള്ളാഹുവിൻ്റെ കാഴ്ച പോലെ കേൾവിയും കാഴ്ചയുള്ളവരാണ് എന്നല്ല. മനുഷ്യൻ എത്ര പോരായ്മയുള്ളവനാണോ, ന്യൂനതയും കുറവുള്ളവനാണോ, പരിമിതികളുള്ളവനാണോ, മനുഷ്യൻ്റെ കേൾവിക്കും
ആ പരിമിതി ഉണ്ട്. നമുക്കൊരു നിർണിത കമ്പനം സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദവീചികൾ മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേൾക്കുക ഇല്ല. ചില ശബ്ദങ്ങൾ അത് നമ്മളുടെ ചെവിക്കുടയിൽ കമ്പനം സൃഷ്ടിക്കാനല്ല, ശബ്ദങ്ങൾ വന്ന് നമ്മളുടെ ചെവിക്കുടയിൽ കമ്പനം സൃഷ്ടിച്ച് ആ കമ്പനങ്ങൾ നമ്മളുടെ കാതിലുള്ള ഈ നേർത്ത രോമങ്ങളുണ്ടല്ലോ അതെന്ത് ചെയ്യണം, ഉള്ളിക്കെത്തിക്കണം. എന്നിട്ട് ശ്രവണനാളികളിലൂടെ തലച്ചോറിലേക്ക് സന്ദേശം പോയിട്ട് വേണം നമുക്ക് കേൾക്കാൻ. അത് തന്നെ നമ്മളുടെ കാതിൽ എല്ലാ ശബ്ദവീചികളും കമ്പനം സൃഷ്ടിക്കൂല. അതില്ലാത്ത ശബ്ദങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കാത്ത എത്രയോ ശബ്ദങ്ങളുണ്ട്. നമ്മൾ എത്ര പോരായ്മയുള്ളവരാണ്, കുറവുള്ളവരാണ്. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കൽ നമുക്ക് റഹ്മത്ത് കൂടിയാണ്, അനുഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല ശബ്ദങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കൽ നമുക്ക് നിഅമത്താണ്. അതുകൊണ്ട് പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കൂല, അത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഉദാഹരണത്തിന് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുമ്പോൾ ജനാസ സംസാരിക്കണില്ലേ? എന്താ ജനാസ പറയൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസ അത് സാലിഹത്താണ് എങ്കിൽ, നല്ല മയ്യത്താണ് എങ്കിൽ ആ മയ്യത്ത് പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിട്ട് മറമാടി, വേഗം കൊണ്ടുപോയിട്ട് മറമാടി. ജനാസ സാലിഹത്തല്ല എങ്കിൽ, നല്ലതല്ല എങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, ദുഷിച്ച ജനാസയാണ് എങ്കിൽ എന്താ ജനാസ പറയാ? യാ വൈലത ഐന തദ്ഹബൂന ബി, നാശമേ നിങ്ങൾ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ശിക്ഷയാണ്, അദാബാണ്, നരകക്കുണ്ടുക്ക കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വിളിച്ചു പറയുമെന്നാണ്, ജനാസ വിളിച്ചു പറയും, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, നാശമേ എന്ന് പറയുന്നതാണ്. ഈ കരച്ചിലും വിളിയാളവും നമ്മൾ കേൾക്കുന്നുണ്ടോ? ഈ കരച്ചിലും വിളിയാളവും നമ്മൾ കേൾക്കണില്ല. അത് കേട്ടിരുന്നുവെങ്കിൽ എന്താ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിലൂടെ നടക്കല്ല അസ്തഗ്ഫിറുല്ലാഹ്, തിരുനബിയുടെ ഒരു ബഹലയുടെ പുറത്ത്, കോവർ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുക. ഈ ബഹല, കോവർ കഴുത, അതിൻ്റെ പുറത്ത് റസൂലുള്ളാഹി ഇരിക്കുന്നുണ്ട്. ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ തോട്ടത്തിലെത്തിയപ്പോൾ വിറളി പൂണ്ട് ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹി ഇമ്മന്ന് മറിഞ്ഞു വീകുന്ന അവസ്ഥ വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ നോക്കുമ്പോൾ ഒരു 4-5 ഖബറുകൾ കാണുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഈ ഖബറിലുള്ള ആളുകളെക്കുറിച്ച് ആർക്കാ അറിയാം? അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മത്താ മാത്ത ഹാവുല, ഇവരെന്നാ മരിച്ചേ? അപ്പോൾ പ്രതികരിച്ചു, മാത്തു ഫിൽ ഇഷ്റാഖ്, ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ മരിച്ചവരാണ്. അപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മത്തു തുബ്തലാ ഫീ ഖുബൂരിഹാ ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ. ഈ ഉമ്മത്ത് അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ മറമാടുകയില്ല എന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്ന ഖബർ ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് ദുആയിരക്കുമായിരുന്നു. അപ്പം ഖബറിലെ അദാബുണ്ട്. ആ ഖബറുകളിൽ നിന്ന് ചില വിളിയാളങ്ങൾ ഉയരുന്നുണ്ട്. ഖബറിലെ അദാബ് അത് പുറത്തേക്ക് അതിൻ്റെ ശബ്ദം വരുന്നുണ്ട്. പക്ഷേ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളുടെ കാതുകൾക്ക് അത് ഹറാമാക്കി. അത് നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ നമ്മളിൽ നിന്ന് മരിച്ചവരെ നമ്മൾ കൊണ്ടുപോയിട്ട് മറമാടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് ഭയപ്പെട്ടത്. ഖബർ ശിക്ഷ നമ്മൾ കേൾക്കേണ്ടിയിരുന്നു, അപ്പോൾ ജീവിതം സന്തുലിതാകും. പക്ഷേ നമ്മളിൽ നിന്ന് മരിച്ചവരെ കൊണ്ടുപോയിട്ട് ആ കുഴിയിൽ നമ്മൾ മൂടൂല, ഇത് കേട്ട് നമ്മൾ പേടിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, മനുഷ്യരുടെ കേൾവിയുടെ പ്രത്യേകത, നമ്മൾ കേൾക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ കേൾവിയും അള്ളാഹിൻ്റെ കേൾവിയും അത് വ്യത്യസ്തമാണ്. അള്ളാഹു സമ്പൂർണനാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ കേൾവിയും പരിപൂർണമാണ്. മനുഷ്യർ നമ്മൾ അപൂർണരാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ അപൂർണതക്കനുസരിച്ച് നമുക്കെല്ലാം കേൾക്കാൻ കഴിയില്ല. കേൾക്കണത് തന്നെ കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞോളുന്നില്ല. പല ശബ്ദങ്ങളും കേൾക്കാൻ നമുക്ക് അവസരമല്ല, കേൾക്കാൻ നമുക്ക് കഴിയൂല. അത്രമാത്രം പരിമിതിയും പോരായ്മയും ഉള്ളവനാണ് മനുഷ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ? പറയാൻ കാരണം
ഇസ്ലാമിൻ്റെ പേരിൽ ജന്മം കൊണ്ട ചില കക്ഷികളുണ്ട്, പിഴച്ച കക്ഷികൾ. അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ച്, അള്ളാഹു കേൾക്കുന്നവനാണെന്നുള്ളതിനെ നിഷേധിച്ച്, അള്ളാഹു കാണുന്നവനാണ് എന്നുള്ളതിനെ നിഷേധിച്ചു. അത് നിഷേധിക്കാൻ എന്താ കാരണം? കാരണം അവർ പറഞ്ഞത് അള്ളാഹു കേൾക്കുന്നവൻ, അള്ളാഹു കാണുന്നവൻ എന്ന് പറഞ്ഞാൽ പടച്ചോനെ നമ്മൾ മനുഷ്യരോട് സാദൃശ്യപ്പെടുത്തുകയല്ലേ. അതുകൊണ്ട് നമ്മൾ അള്ളാഹു കേൾക്കുന്നു അള്ളാഹു കാണുന്നു എന്ന് പറയാൻ പാടില്ല എന്നവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ വിവരം ശുഷ്കമാണ്, അവരുടെ നിലപാട് തെറ്റാണ്. അള്ളാഹു കേൾക്കുന്നു അള്ളാഹു കാണുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമാണ്, പരിപൂർണമായ കേൾവിയാണ്. മനുഷ്യൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പോരായ്മകളോടുകൂടിയുള്ള കേൾവിയാണ്. അതിൽ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുന്ന ഒരു വിഷയമല്ല. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഒരു ഭരണാധികാരിയാണ് മഅ്മൂൻ. ഹാറൂൻ റഷീദിൻ്റെ മക്കളിൽ അമീനും മഅ്മൂൻ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മഅ്മൂൻ്റെ ഖിലാഫത്തിൽ മുഅ്തസിലിയ കക്ഷികളുണ്ടല്ലോ, അവർ ആയത്ത് തിരുത്താൻ ശ്രമിച്ചു. എങ്ങനെ തിരുത്തിയത്? വഹുവ സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഇതാണ് ആയത്തിലുള്ളത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, ഇതാണ് ആയത്ത്. അപ്പോൾ ഇതിലെന്താ പറയണത്? അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. മുഅ്തസിലിയ കക്ഷി എന്താ മഅ്മൂനോട് പറഞ്ഞറിയോ? ഖലീഫയോട് പറഞ്ഞത് ഈ ആയത്ത് തിരുത്തിയിട്ട് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവൽ അസീസുൽ ഹക്കീം എന്നാക്കാൻ. എന്നിട്ട് അത് കഅബയിൽ തൂക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായി? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവൽ അസീസുൽ ഹക്കീം. അൽ അസീസ് അൽ ഹക്കീം എന്നുള്ളത് അള്ളാഹ്ക്ക് പറയാം. അസമീഉൽ ബസീർ എന്ന് അള്ളാഹ്ക്ക് പറഞ്ഞാൽ എന്തായി? തങ്ങളുടെ ആദർശം നിലനിൽക്കൂല, തങ്ങളുടെ വാദം പൊളിയും. അതുകൊണ്ട് ഖുർആൻ തിരുത്താൻ അന്ന് മുഅ്തസിലിയ കക്ഷി ഭരണാധികാരിയോട് ആവശ്യപ്പെടുകയുണ്ടായി എന്നാണ്. മഅ്മൂനും ഖലീഫയും അവരുടെ ഒരു വാലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെയും മറ്റൊക്കെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നമ്മൾ വായിക്കണില്ലേ. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ അസമീ എന്നുള്ള പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹ്ക്ക് കേൾവി എന്നുള്ള വിശേഷണമുണ്ട്, അസമീ എന്നുള്ള പേരുമുണ്ട്. അത് അള്ളാഹുവിൻ്റെ പരിപൂർണതയ്ക്ക് അനുയോജ്യമായ വിധമാണ്. അത് അള്ളാഹുവിനെ നമ്മൾ സ്ഥിരീകരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ മനുഷ്യരോട് തുല്യപ്പെടുത്തുകയോ സാദൃശ്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്മാരെ കേൾവിക്ക് വിധിവിലക്കുകളില്ലേ? എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്? വത്തഖുല്ലാഹ വസ്മഉ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ കേൾക്കണം. വസ്മഉ വഅതീഉ, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അനുസരിക്കണം. നമുക്ക് വിധിവിലക്കുകളുണ്ട് നമ്മുടെ കേൾവിയിൽ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ യസ്മഅ, കേൾക്കണതൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് കുറ്റമായി മതി. അപ്പോൾ നമ്മളെ കേൾവി വേണ്ട, അതിൽ വിധിവിലക്കുകളുണ്ട്. അള്ളാഹിൻ്റെ കേൾവിക്ക് അങ്ങനെയല്ല. നമ്മൾ കേൾക്കണതൊക്കെ പറഞ്ഞടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കേൾക്കണതൊക്കെ പറഞ്ഞടക്കൽ തന്നെ തെറ്റാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ബാങ്കി വിളിക്കുന്നത്, മുഅദ്ദിൻ ബാങ്കി വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്കി പറയുന്നത് പോലെ നിങ്ങളും പറയണമെന്ന്. അപ്പോൾ നമ്മൾ കേട്ടാൽ എന്താ? വിധിവിലക്കുകളുണ്ട്. ബാങ്ക് കൊടുക്കണത് കേട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കി പറയുന്നത് പോലെ പറയണം. ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്നുള്ളിടത്ത് മാത്രം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയണം. എന്നിട്ട് ബാങ്കിന് ശേഷം ദുആ ചെല്ലാൻ പറഞ്ഞ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് എല്ലാം പറഞ്ഞ്, അതിന് മുന്നോടിയായിട്ട് റസൂലുള്ളാഹിക്ക് വസീലക്ക് വേണ്ടിയിട്ട് ദുആ ഇറക്കാൻ പറഞ്ഞ്. അപ്പോൾ നോക്കി നിങ്ങൾ നമ്മളുടെ കേൾവി, അള്ളാഹുവിൻ്റെ കേൾവിക്ക് അള്ളാഹ്ക്ക് വിധിവിലക്കുകളുണ്ടോ? അള്ളാഹു വിധിവിലക്കുകൾ അവതരിപ്പിക്കുന്നവനും വിധിവിലക്കുകൾ നൽകുന്ന മുക്കല്ലിഫുമാണ്. നമ്മൾ വിധിവിലക്കുകൾ ബാധകമായ മുക്കല്ലഫുകളാണ്, വിധിവിലക്കുകൾ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുദ്ദീഖത ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, കോഴി കൂവുന്നത് കേട്ടാൽ, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹിനോട് അവൻ്റെ ഫദ്ല് തേടാൻ പറഞ്ഞു, ഔദാര്യം തേടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോഴി കൂവുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് ഔദാര്യം തേടാൻ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കേൾവിക്ക് നോക്കി നിങ്ങൾ, അതിൻ്റെ വിധികൾ. അതേപോലെ തന്നെ ഇദാ സമിഅ്തു നുബാഹൽ കിലാബ്, നായ കുരക്കുന്നത് നിങ്ങൾ കേട്ടാൽ, അതേപോലെ വനഹീഖൽ ഹമീർ ബില്ലൈൽ, രാത്രിയിൽ കഴുത
ഓരിയിടുന്നത്, നായ കുരക്കുന്നത് നിങ്ങൾ കേട്ടാൽ ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്താൻ, നിങ്ങൾ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നായ കുരക്കുന്നത് കേട്ടാൽ, കഴുത കരയുന്നത് കേട്ടാൽ അള്ളാഹുവിനോട് അഭയം തേടണം. നമ്മുടെ കേൾവി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കാണ്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ, നിഷിദ്ധങ്ങൾ കേൾക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞ്, സംഗീതം കേൾക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞ്. അപ്പം നമ്മളുടെ കേൾവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് കാരണത്താൽ അതിൽ നമ്മളോട് അള്ളാഹിനെ സാദൃശ്യപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് അള്ളാഹ്ക്ക് കേൾവി ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തികച്ചും പിഴച്ച വാദമാണ്, അത് തീർത്തും അസ്വീകാര്യമായ വാദമാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുആ അസ്സമീഅ് എന്ന പേരുമായി ബന്ധപ്പെട്ട് ചില ദുആകളുണ്ട്, അതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സമീഅ് എന്ന ദുആയുമായി ബന്ധപ്പെട്ടുള്ള ദുആകളിൽ ചിലത് നബിമാരുടെ ദുആ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബ നിർമ്മിച്ചു. എന്താ ദുആ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സമീഅ് എന്ന അള്ളാഹുവിൻ്റെ പേരിനെ മുൻനിർത്തി, അൽ അലീം എന്ന പേരിനെ മുൻനിർത്തിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിലും കഅബ നിർമ്മിച്ചത്. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഇബ്രാഹിം നബി കഅബ പടുക്കുകയാണ്, ഇസ്മായിൽ കല്ല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവസാനം ഉയർന്നു വന്നപ്പോൾ എന്ത് ചെയ്ത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പടുക്കാൻ എത്താതായി. അപ്പോൾ വേറെ കല്ല് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത്. അപ്പോൾ ആ കല്ലുമ്മ കയറി നിന്ന് പടുക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഇവർ പ്രാർത്ഥിച്ചിരുന്നു, എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന പ്രാർത്ഥന. എന്നിട്ട് കഅബ നിർമ്മിച്ചതിന് ശേഷം പിന്നെ ആ നിർമ്മിച്ച ഭവനത്തെ വലയം ചെയ്യാണ്, തവാഫ് ചെയ്യാണ്. അപ്പോഴും അവർ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ അസ്സമീഅ് എന്ന ആ പേരിനെ മുൻനിർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തതാണ് നമ്മൾ കേൾക്കുന്നത്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ഹന്ന, അവർ ഗർഭം ധരിച്ചപ്പോൾ അള്ളാഹുവിനോട് നടത്തിയ ദുആ എന്താ? ദുആ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ഹന്ന ഇമ്രാൻ ദമ്പതികളുടെ മകളാണ് മറിയം. ഈ മറിയമിനെ ഗർഭം ധരിച്ച വേളയിൽ, ഗർഭത്തിലുള്ള കുട്ടി ആണാണോ പെണ്ണാണെന്ന് അറിയില്ല ഹന്നക്ക്. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഈ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഞാൻ നിന്റെ മാർഗേണ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു, അത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ അസ്സമീഉം അൽ അലീമുമാണല്ലോ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ കേട്ട്, എന്താ? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ഇതേപോലെ വേറെയും ദുആവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ വന്നതായി എല്ലാ പ്രഭാതങ്ങളിലും നമ്മൾ 3 തവണ ചെല്ലുന്ന ദിക്റുണ്ട്. എന്താ? ബിസ്മില്ലാ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം എന്ന് രാവിലെ പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈകുന്നേരം വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണം ആ മനുഷ്യനെ ബാധിക്കൂല എന്നാണ്. ഇതൊരാൾ വൈകുന്നേരം പറഞ്ഞാൽ പുലരുവോളം ഒരു പെട്ടെന്നുള്ള പരീക്ഷണം ആ മനുഷ്യനെ പിടികൂടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദുആയിൽ നോക്കൂ നിങ്ങൾ, ബിസ്മില്ലാ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അസ്സമീഅ് എന്ന അല്ലാഹുവിൻ്റെ പേര് ആ ദുആയിലുണ്ട്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിന് നിന്നാൽ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഫ്തിഹു ഫീ സലാത്തിഹി ഖബ്ല അൽ ഖിറാഅ. തിരുനബി നമസ്കാരത്തിൽ ഓതുന്നതിന് മുമ്പ് ഇപ്രകാരം പറയാറുണ്ട് എന്നാണ്. എന്താ? അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അഊദു ബില്ലാഹി സമീഉൽ അലീം, അസ്സമീഉം അൽ അലീമുമായ അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു. മിനശ് ശൈത്വാനിർ റജീം, റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്നും ദൂരെയാക്കപ്പെട്ട ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന്. മിൻ ഹംസിഹി, അവൻ്റെ അഹങ്കാരത്തിൽ നിന്നും. വനഫ്ഖിഹി വനഫ്സിഹി, അവൻ്റെ ഗർവിൽ നിന്ന്, അവൻ്റെ കവിതയിൽ നിന്ന്. അതേപോലെ തന്നെ അവൻ്റെ പിന്നെ അഹങ്കാരം, അവൻ്റെ കവിത, പൈശാചിക കവിതകൾ, അതേപോലെ തന്നെ പൈശാചിക പിന്നെ ഉപദ്രവങ്ങൾ,
ഇതിൽ നിന്നൊക്കെ പിശാച് അള്ളാഹുവിനോട് രക്ഷക്ക് തേടുന്ന ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ഖുർആൻ ഓതുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു എന്നാണ്. ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൽ നിന്ന് രക്ഷക്ക് തേടണം എന്നാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്ന് ഓതിയിട്ടായിരുന്നു എന്ന് ചൊല്ലിയിട്ടായിരുന്നു റസൂലുള്ള ഖുർആൻ പാരായണം തുടങ്ങിയിരുന്നത് എന്നുള്ളതാണ്. അസ്സമീ അൽ അലീം. ഇപ്പം ഞാനിവിടെ ക്ലാസ്സിൽ പല ആയത്തുകൾ ഓതിയപ്പോഴും അസ്സമീ അൽ അലീം എന്ന് പറഞ്ഞത്. അസ്സമീ എന്ന പേരിനോടൊപ്പം അൽ അലീം എന്ന പേര് വിശുദ്ധ ഖുർആനിൽ കുറേ തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അസ്സമീ ഉൽ അലീം, സമീ അൻ അലീമ തുടങ്ങിയുള്ളതായ പ്രയോഗങ്ങൾ, സമീഉൻ അലീം, ഇങ്ങനെയൊക്കെ അതിലടങ്ങിയ യുക്തി ഇൻഷാ അല്ലാഹ് അൽ അലീം എന്ന പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പേര് അള്ളാഹുവിൻ്റെ അൽ ബസീർ എന്ന പേരാണ്. അള്ളാഹു സസൂക്ഷ്മം കാണുന്നവൻ. അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഏതാനും ചരിത്രങ്ങളും വിഷയങ്ങളും നമ്മൾ തുടർത്തി സംസാരിക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.